സമാജ്വാദി പാർട്ടി ഉറപ്പിച്ചു പറയുന്നു, നിങ്ങൾ രണ്ടുപേരും സധൈര്യം മുന്നോട്ട് പോവുക. ഇന്ത്യ മുന്നണിയെ കൃത്യമായി എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുക. നിങ്ങളെ കുറിച്ച് അപഖ്യാതി പറയുന്നവർ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം തന്നെ തകർന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ വൈകാതെ തിരിച്ചറിയും കരുത്തുറ്റ രീതിയിലുള്ള മുന്നേറ്റത്തിന്റെ ശക്തി എന്താണ് എന്നുള്ളത്. സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷനായ അഖിലേഷ് യാദവ് എല്ലാവിധ പിന്തുണയും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. 13 സീറ്റുകളിൽ കോൺഗ്രസും ബാക്കി 67 സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളും മാറ്റുരയ്ക്കുന്ന മത്സരത്തിൽ ഒരു സംശയം വേണ്ട, BJP കുറി 40 സീറ്റുകളിൽ താഴെ ഒതുങ്ങാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിയിലെ MLA-മാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയ നാറിയ കളികൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് എന്നും അതുപോലെ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റെയ്ഡെന്നും പറഞ്ഞ് പേടിപ്പിക്കുകയും അതുപോലെ തന്നെ മോഹിപ്പിക്കുകയും ചെയ്യുന്ന BJP-യുടെ സർവതന്ത്രങ്ങളെയും പൊളിച്ചെടുക്കാൻ തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ നീക്കം. BSP-യുടെ നാണം കെട്ട കുതിരക്കച്ചവടത്തിനും മറുപടി കൊടുത്തിരിക്കുന്നു സമാജ്വാദി പാർട്ടി. BSP-യുമായി ഒരു രീതിയിലും ഇനി സഖ്യം ഇല്ല എന്നുള്ളത് മാത്രമല്ല, BSP = BJP എന്ന ഇക്വേഷൻ ഉത്തർപ്രദേശിലെ സർവ്വസാധാരണമായി കഴിഞ്ഞിരിക്കുന്നു എന്നതും BSP അതിലേക്ക് ലയിക്കുന്നത് എന്നാണ് എന്ന് നോക്കിയിരുന്നാൽ മാത്രം മതിയെന്നും സമാജ്വാദി പാർട്ടി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം ഉത്തർപ്രദേശിൽ സംഭവബഹുലമായിരുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്ര ഉത്തർപ്രദേശിലെ വിവിധ ജില്ലകളിലേക്ക് പുരോഗമിച്ചപ്പോൾ എല്ലായിടത്തും പിന്തുണയുമായി എത്തിയത് സമാജ്വാദി പാർട്ടി നേതാക്കളായിരുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് അങ്ങേയറ്റം ആവേശം നൽകുന്ന കാര്യമാണ്. ഇക്കുറി അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ അതിശക്തമായ മത്സരത്തിലൂടെ ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസം. രാഹുൽ ഗാന്ധിക്ക് മറിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമേ വരുന്നില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ തിരികെ സധൈര്യം നഷ്ടപ്പെട്ടു പോയ മണ്ഡലം വീണ്ടെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയാണ്. നിങ്ങളെ ജയിപ്പിച്ചിട്ടേ ഞങ്ങൾ ഉറങ്ങുകയുള്ളൂ എന്ന് പാർട്ടി അധ്യക്ഷൻ പറയുമ്പോൾ അതിൽ ഇനി ഭയപ്പെടേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് തന്നെ വ്യക്തമാകുന്നു. നിരവധിയായ സീറ്റുകളിൽ കോൺഗ്രസ് വാശിയേറിയ മത്സരത്തിൽ തന്നെയാണ് ഉത്തർപ്രദേശിൽ. ഇതിനോടകം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെവ്വേറെ മത്സരിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള കൃത്യമായ പ്രമേയം കൂടി പാസാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും ഒരേ രീതിയിലുള്ള ദിശയിൽ തന്നെയാണ് സഞ്ചാരം, ഒരേ രീതിയിൽ തന്നെയാണ് അവരുടെ മാർഗനിർദ്ദേശങ്ങളും എന്ന് വ്യക്തമാകുന്നു.